നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇനിയിപ്പോൾ ഇന്ന് 21 ഓഗസ്റ്റ് അല്ലേ, ഈ 31 തീയതി വരെ, അപ്പോൾ 10 ദിവസം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ പോലെ തന്നെ 3 ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ റീഡിംഗ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് വേണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നിങ്ങളുടെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 ജപമാലയാണ് എടുത്തേക്കുന്നത്. 1 2 3 കേട്ടോ. 3 എണ്ണമാണ് എടുത്തേക്കുന്നത്. 1 2 3 ജപമാല എടുത്തേക്കുന്നത്. ഞാൻ എന്തൊക്കെ നോക്കുമെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. അപ്പോൾ ഓഗസ്റ്റ് 31 വരെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, ഓറക്കിൾ മെസ്സേജ് എന്തുകൊണ്ടാണ് ഈ ഓറക്കിൾ മെസ്സേജസ്, ഇതേ മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് നോക്കും. ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതെന്ന് നോക്കും, അത് എന്തുകൊണ്ടാണ് എന്ന് നോക്കും. പിന്നെ നെക്സ്റ്റ് ആക്ഷൻ, നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കണം, ഇത് മാറ്റാനോ എന്തെങ്കിലും ആണെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ മാറ്റാനുള്ള നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കണം, ഇതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു റീഡിങ്ങിലേക്ക് പോവാം. ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് 2, ഇത് 3. അപ്പോൾ ഇങ്ങനെ വയ്ക്കാം, മാറിപ്പോകും. അപ്പോൾ ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ജപമാല സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. ഭവാനി, അറിഞ്ഞില്ല, അതെന്നാലും ഞാൻ എടുക്കുകയാണ്. അത് 3 സ്നേക്ക്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയണം, ക്ലിയർ ആവണം മറ്റേ ആൾക്ക് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്. അതൊരു കാർഡ്. രണ്ടാമത്തെ കാർഡ് ഗുഡ് ഫോർച്യൂൺ, നിങ്ങൾ ദൈവാധീനമുള്ള ആളുകളാണ്. മൂന്നാമത്തത് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാനായിട്ട് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ വേണ്ടി വരും. അപ്പോൾ അതിന് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ഇത്രയുമാണ് വന്നേക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഓറക്കിൾ മെസ്സേജസ് വന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എന്തുകൊണ്ടാണ് ആദ്യത്തെ ജപമാല സെലക്ട് ചെയ്തവർക്ക് ഈ ഓറക്കിൾ മെസ്സേജസ് വന്നത്? അപ്പോൾ ഇവിടെ കാർഡ്സ് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. പിന്നെ അത് അപ്രൈറ്റ്, 4 റിവേഴ്സ്, 4 ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റ്, 4 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്, 6 ഓഫ് വാൻഡ്സ് ഉണ്ട് അപ്രൈറ്റ്, കിങ് ഓഫ് കപ്സ് ഉണ്ട്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു ഓപ്ഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിലേക്ക് കയറണം എന്നുണ്ട്, ഒരു റിസ്ക് എടുക്കണം എന്നുണ്ട്. പക്ഷെ നിങ്ങൾ പുറകോട്ട് മാറി നിൽക്കുകയാണ്. ഇതൊരു റിസ്ക് ആയിരിക്കും. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, മനസ്സിലാവുണ്ടോ? അതപ്പോൾ നിങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ പോയാൽ പ്രോഫിറ്റ് കിട്ടും, ലോസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിലൊരു ആക്ഷൻ എടുക്കാതെ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ഷൻ എടുക്കാതെ നിങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇറക്കിയ പൈസ തിരിച്ച് കിട്ടുമോ, അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമോ, അതോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റു സൈഡിൽ നിന്ന് ഒന്നും കിട്ടില്ലേ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വിക്ടറി വേണം, ഒരു പബ്ലിക് റെക്കഗ്നേഷൻ, നിങ്ങൾക്ക് ഇതിൽ വിജയിക്കണം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കണം ഇവിടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ ആഗ്രഹമില്ല. അപ്പോൾ നിങ്ങളൊരു കിങ് ഓഫ് കപ്സ് ആണ്, നിങ്ങളൊരു കിങ് ആണ്, മാരീഡ് ആണ്, കുട്ടികളുള്ള ഭാര്യയുള്ള ഒരു എനർജി ആവാം, അല്ലെങ്കിൽ ഭർത്താവുള്ള കുട്ടികളുള്ള ഒരു എനർജിയാണ്.
എന്തായാലും അവസാനം നിങ്ങൾ പക്ഷെ നിങ്ങൾക്കൊരു പേടിയുണ്ട്. കാരണം ഓഫർ വന്നിട്ടുണ്ട്, നിങ്ങളത് എടുത്തില്ലെങ്കിൽ അതൊരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമോ എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നല്ല ഓപ്പർച്യൂണിറ്റി, പക്ഷെ നിങ്ങൾക്ക് പൈസ കളയാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി, ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നതായിരിക്കാം. റിസ്ക് എടുക്കാൻ നിങ്ങൾ റെഡി അല്ലാത്തതുകൊണ്ട് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല കാര്യങ്ങൾ ആലോചിച്ച് പോസിബിലിറ്റീസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അവസാനം ഇത് അയ്യോ മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ ഇതൊരു എന്താ പറയുക, അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ, പക്ഷേ അവർക്കൊക്കെ കിട്ടി എനിക്ക് കിട്ടിയില്ല. ഒരു ബിസിനസ് ആണെങ്കിൽ, റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ഈ വരുന്ന പേഴ്സൺ കള്ളത്തരമുള്ള ആളാണ്, നിങ്ങളിൽ നിന്നോ അടിച്ചു മാറ്റാൻ വേണ്ടി വരുന്നതെന്ന് വെച്ചിട്ടാണ് നിങ്ങളൊരു ആക്ഷൻ എടുക്കാത്തത്. പക്ഷേ അവസാനം ഇവരെക്കുറിച്ച് അറിയുമ്പോൾ അയ്യോ അവർ കുഴപ്പമില്ലാത്ത ആളായിരുന്നു എന്നൊരു സിറ്റുവേഷൻ. ഇത് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇതാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടക്കുന്ന കാര്യം. അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ജോബ് ആണെങ്കിലും എല്ലാം ഈ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വിജയശ്രീയിൽ ലാളിതയാവണം, ആരായാലും പെണ്ണായാലും ആണായാലും, മനസ്സിലായോ? പക്ഷേ നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ വിട്ട് കളയാൻ റെഡിയല്ല. ഇതേ പൊസിഷൻ വേണം. നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ അപഹാസ്യയാവാൻ ഇടവരരുത്. അതാണ് നിങ്ങളുടേത്. പക്ഷേ അത് ഞാനിപ്പോൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ അതൊരു നഷ്ടമാകുമോ എന്നൊരു ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്, മനസ്സിലായി? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഓറക്കിൾ മെസ്സേജ് 3 എണ്ണം വന്നത്. നിങ്ങൾക്ക് സംശയമുള്ളപ്പോൾ ദൈവത്തിൻ്റെ സഹായം ചോദിക്കണം, ഒരു തീരുമാനം എടുക്കുക. നമ്മൾ പണ്ട് കോയിനൊക്കെ ടോസ് ചെയ്തിട്ട് പോകുമായിരുന്നു അല്ലേ? അതാവണമെന്നില്ല. പലർക്കും പല തരത്തിലാണ് നമ്മളെ ദൈവത്തിൽ ഒരു എന്താ പറയുക മെസ്സേജസ് കിട്ടുക. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ട്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഓറക്കിൾ മെസ്സേജസ് ഇവിടെ വരും. പിന്നെ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു സഹായം വേണ്ടി വരും, ഇടപെടൽ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ മേജർ ആയിട്ടുള്ള സോഡിയാക് സൈൻ അക്വാരിയസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മൈനറാണ്. ഇനി നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? 2 കാർഡാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പണത്തിന് ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ, നിങ്ങൾ മാരീഡ് ആണെങ്കിലും എന്തോ ഒരു ഇല്ലായ്മ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. സ്നേഹമില്ലായ്മ, ഒരു കമ്പാനിയൻഷിപ്പ് ഇല്ലായ്മ, ഒരു സപ്പോർട്ട് ഇല്ലായ്മ, അതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഡിസപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇറങ്ങണം, ഇതിനകത്ത് ഒരു ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവണം ഇതിൽ നിന്ന്. കാരണം നിങ്ങൾക്ക് ഭയങ്കര ഇമോഷണൽ പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്, മനസ്സിലാവുണ്ടോ? പക്ഷെ നിങ്ങളത് കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവണം ഈ സിറ്റുവേഷനിൽ നിന്ന് എന്ന് നിങ്ങൾക്കിത് വിട്ട് കളയണം. ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ അത് വിട്ട് കളയണം. നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല അവിടെ. അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ചിലപ്പോൾ ഫിനാൻഷ്യൽ കുറവാണ്, പൈസയുടെ കുറവ്, സ്നേഹത്തിൻ്റെ കുറവ്, സപ്പോർട്ടിൻ്റെ കുറവ്, എന്തായാലും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് വിട്ട് കളഞ്ഞ് ഇതിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ അത് വിട്ട് കളഞ്ഞ് മുമ്പോട്ട്, ഇത് രണ്ടും അബാൻഡൻമെൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അതാണ് ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇത് എന്തിനെയാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത്? ഇത് നമുക്കൊന്ന് ഈ 8 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? എന്തിനെയാണ് നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നത്? ഒരു ലോങ് ടേം നിങ്ങളൊരു എംപ്രസിനെയാണ് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. ഒരു കോൺട്രിബ്യൂഷൻ ഒട്ടും നിങ്ങൾ കൊടുത്ത അത്രയും പോലും, അതിൻ്റെ പകുതി പോലും നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടാതിരുന്നപ്പോൾ നിങ്ങൾ വളരെ അധികം വലിയൊരു റിലേഷൻഷിപ്പായിരുന്നു, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പായിരുന്നു. പക്ഷെ അതിൽ നിന്നാണ് നിങ്ങൾ ഇറങ്ങിപ്പോയത്. കാരണം എന്താണ്? ഇനി എനിക്ക് ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വയ്യ എന്നൊരു സിറ്റുവേഷനാണ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ പുതിയൊരു റിലേഷൻഷിപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്. ഇതെന്താണ്, ബിസിനസ് ആണോ റിലേഷൻഷിപ്പാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ റെസണേറ്റ് ചെയ്യുന്ന പോലെ എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉപേക്ഷിച്ച് പോയതാണോ അതോ നിങ്ങളാണോ ഉപേക്ഷിച്ചിരിക്കുന്നത്? 2 തരത്തിലും ആവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നത്? നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാർഡെല്ലാം കൂടെ വലിച്ചെറിഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതിൻ്റെ കാരണം എന്താണ്? ഒരു കാർഡാണ് എംപ്രസ്. ഇവിടെ എംപ്രസ് വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ തുടങ്ങിയ റിലേഷൻഷിപ്പാണത്. വേറെ കാർഡ് വരും, മനസ്സിലായോ? പക്ഷേ അത് ഓക്കെ, കുറച്ച് കാർഡ്സ് വന്നിട്ടുണ്ട്, ഞാനിതെല്ലാം റീഡ് ചെയ്യാം. എംപ്രസ് റിവേഴ്സാണ് വന്ന. ഒരു ഗ്രോത്തും ഇല്ല റിലേഷൻഷിപ്പിൽ. നിങ്ങൾ വളരെ ആഗ്രഹത്തോടെ ചെന്ന് കയറിയതാണ്, പക്ഷേ ഒരു ഗ്രോത്തും ഇല്ല. എന്നാൽ ഇത് അവസാനിക്കുന്നുമില്ല.
നിങ്ങൾ സംസാരിച്ചു അത് വേണ്ടാന്ന് വെക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവിടെ ഒരു പോസിബിലിറ്റി കാണിക്കുന്നില്ല. മറ്റേ ആൾ നിങ്ങളെ വിട്ട് കളയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി ഉപേക്ഷിക്കാൻ നോക്കിയിട്ട് അത് പോകുന്നില്ല, ബിസിനസ് കളയാൻ നോക്കിയിട്ട് അത് പോകുന്നില്ല. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അതൊരു പ്രശ്നമുണ്ട്. പിന്നെ കാർഡ്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതിൽ ഈ ഒരു നിങ്ങളുടെ കൂടെയുള്ള ആളെന്ന് പറഞ്ഞാൽ ഒരു ചിലപ്പോൾ ഒരു കുറച്ച് സെൽഫിഷായ ഒരാളായിരിക്കും. അവർ എന്തൊക്കെയോ ചെയ്ത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, നമ്മൾക്ക് എല്ലാ ദിവസവും നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് വേണ്ട ഫുഡാണോ തരുന്നതെന്ന് നോക്കാതെ അവരുടെ ഇഷ്ടത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാണ്. എന്നാൽ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. നമുക്കൊരു എന്താ പറയുക, നമ്മളോടൊരു ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ഇതാണോ വേണ്ടെന്ന് ചോദിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള തരുന്നത്, അങ്ങനത്തെ ഒരു എനർജി. അപ്പം നിങ്ങൾ കുറേ ഡിഫെൻഡ് ചെയ്ത് നോക്കി, അങ്ങനെയാണ് നിങ്ങൾ തന്നെ സ്വയം സമാധാനിക്കാൻ നോക്കി. പക്ഷേ നിങ്ങൾക്ക് മതിയായി. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടു പോകാൻ നോക്കുന്നത്. നിങ്ങൾക്ക് മടുത്തു സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ടവർ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ്. കാരണം നിങ്ങൾ ഇതിൽ സ്റ്റക്കായിരുന്നു. കാരണം നിങ്ങൾക്ക് പുറത്തുള്ള ലൈഫ് അറിയില്ല. നിങ്ങൾ ഒരു ഫാമിലിയുടെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ, ഒരു ജോലിയുടെ കംഫർട്ട് സോൺ, അവിടെ ഒരു കംഫർട്ട് സോണിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ജീവിതം എന്ന് നിങ്ങൾ വരും. കാരണം നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ അതിൽ പിടിച്ചു കിടക്കുകയായിരുന്നു. രണ്ടും കൽപ്പിച്ച് നിങ്ങൾ പുറത്തിറങ്ങിയപ്പോഴോ അതൊരു വലിയ ടവർ മൊമെൻ്റ് ഉണ്ടായി. നിങ്ങളിത് വിട്ടുകളയാൻ നോക്കിയപ്പോൾ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായി. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇനിയും ഓപ്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട് പുറത്ത്. ഞാനിവിടെ ഇങ്ങനെ കൂപമണ്ടൂകം പോലെ ഇവിടെ കിടക്കുകയായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു. കാരണം പ്രതീക്ഷയോടെ കയറി അവിടെ നഷ്ടം മാത്രമേ ഉള്ളൂ. അതിൻ്റേതായ വളരെ ഭയങ്കരമായിട്ടുള്ളൊരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളത് അതിൽ നിന്നൊരു ക്ലാരിറ്റി കിട്ടി നിങ്ങൾക്ക്. ഇതല്ല എൻ്റെ ലൈഫ് വേറെന്തോ ആണ്, അത് ഞാൻ കണ്ടുപിടിക്കണം എന്നൊരു ബോധം നിങ്ങൾക്ക് വന്നു. അപ്പോൾ നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് പോരുകയാണ്. അതാണ് ഇവിടുത്തെ ഓറക്കൽ മെസ്സേജും അതിൻ്റെ കണക്ഷനായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചത്. ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കണം? അതാണ് നമ്മളുടെ ഫൈനൽ ക്വസ്റ്റ്യൻ. എന്തായിരിക്കണം നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ? രണ്ട് കാർഡാണ് പൊങ്ങി നിൽക്കുന്നത്. നിങ്ങൾ ഇനിയും നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. ചെറുപ്പത്തിൽ ചിലപ്പോൾ നമ്മൾ നല്ലതായിരിക്കും, വീട്ടുകാരൊക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. മനസ്സിലായി? അവരോട് സ്വരമയോടെ പോകണം എന്നാണ് പറയുന്നത്. രണ്ട് കാർഡും ഒരു കോൺട്രിബ്യൂഷനാണ് കാണിക്കുന്നത്. സ്നേഹം, ഒരു അടുപ്പം, ഒരു ഫ്രണ്ട്ഷിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ടും നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ നല്ലത് കാക്ഷിക്കുന്ന നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനോട് കൂടി നിങ്ങൾ അവരിൽ നിന്നെല്ലാം അകന്നിട്ടുണ്ടാവും. അവരിലേക്ക് തിരിച്ചു പോകണം എന്നാണ് പറയുന്നത്. അവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, അവരിൽ നിന്നെല്ലാം നിങ്ങൾ അകന്നു പോയിട്ടുണ്ട്. അവരിലേക്ക് തിരിച്ചു പോവുക. അവരുടെ സഹായം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യമാണ്. നിങ്ങൾക്ക് ദൈവാധീനം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കൊരു വഴി തുറന്ന് കിട്ടിയത് അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും കിട്ടണം എന്നില്ല. അപ്പോൾ ദൈവത്തിനെ മുറുക്കെ പിടിക്കുക. ഫ്രണ്ട്സ്, ഫാമിലിയായിട്ട് സംസാരിക്കുക. അവർ നിങ്ങളെ സഹായിക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ അവരെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതാണ് കാണിക്കുന്നത്. അതുപോലെ ചാരിറ്റി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചാരിറ്റി മലയാളത്തിൽ എന്താ പറയുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്, പിന്നെ ടോറസ് ലീബ്ര ഉണ്ട്, ടോറസ് ലിയോ അക്വാരിയസ് സ്കോർപ്പിയോ ഉണ്ട്, പിന്നെയും ടോറസ് ലീബ്ര ഉണ്ട്, പിന്നെ അക്വാരിയസ് ഉണ്ട്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇതോടുകൂടി ആദ്യത്തെ റീഡിംഗ് നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഓഗസ്റ്റ് 31, 2024 മുമ്പിലാണ് ഈ സിറ്റുവേഷൻ എല്ലാം വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങളൊരു ഡിസിഷൻ എടുക്കും ലൈഫിൽ. അപ്പോൾ രണ്ടാമത്തെ ഇതല്ലേ 2, 3 ഇതാണ് ആദ്യം. രണ്ടാമത്തെ ജപമാല ഞാൻ എടുത്തു. ഇത് രണ്ടാമത്തെ ജപമാല റീഡിങ്ങിലേക്കാണ് പോകുന്നത്.
ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കുറച്ച് കാർഡ്സ് മറിഞ്ഞിട്ടുണ്ട്, 2 എണ്ണം. അപ്പോൾ ഇവിടെ സ്നേക്ക് കാർഡ് മറിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് സംസാരിക്കണം, തെറ്റിദ്ധാരണയ്ക്ക് ഇടകൊടുക്കരുതെന്നാണ് പറയുന്ന ഒരു കാർഡ്. രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ ഉള്ളിലുള്ള പേടി, അതിനെ നിങ്ങൾ ഓവർകം ചെയ്യണം. അതിനെന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത് ഇവിടെ പറയുന്നത് ലോർഡ് ഭൈരവനോട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഹിന്ദുക്കളാണ് ചെയ്യുക. ഭൈരവനാണ് പേടി മാറ്റുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ ദൈവത്തിൻ്റെ സഹായം നേടണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് സംസാരിക്കുക, തെറ്റിദ്ധാരണകൾക്ക് ഇട കൊടുക്കരുത്. മനസ്സിലാവുണ്ടോ? അതാണ് കാണിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാർഡ്സ് വന്നത്? വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വിവാഹ ജീവിതം, പക്ഷെ അതിനെ മാറ്റിമറിച്ച് അതിൽ വ്യത്യാസം വന്നു. ഒരാൾ ഒരു സ്നീക്കി എനർജിയാണ്. സ്നീക്കി എനർജി എന്ന് പറഞ്ഞാൽ 2 പഞ്ചിയിൽ കാല് വെച്ചിരിക്കുന്ന ഒരു എനർജി. അപ്പോൾ ഈ പേഴ്സൺ വേറെ ആരുമായിട്ടോ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇത് വളരെ ക്ലിയർ ആണ്. കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ കാർഡ് 10 ഓഫ് കപ്സ് ആണ്. ഭർത്താവ്, ഭാര്യ, കുട്ടികൾ. അവിടെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ വരുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ അതിനിടയിലാണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ സമയം മാറുക. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് സമയം മാറിയിട്ട് ആരോ ഒരാൾ വളരെ ചതിയും വഞ്ചനയുമായിട്ട് പെരുമാറുന്ന ഒരാളുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ പക്ഷേ ഇത് മറ്റേ ആൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൻ്റെ കള്ളത്തരം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. നല്ല ഗ്രോത്ത് ഉള്ള റിലേഷൻഷിപ്പാണ്, വളരെ സ്ട്രോങ് ആണ്. ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് നടന്നിട്ടില്ല. കാരണം ഇത് ആരും ഇയാൾ പിടിക്കപ്പെട്ടിട്ടില്ല. ഈ പേഴ്സൺ ഇതാണായാലും പെണ്ണായാലും പിടിക്കപ്പെട്ടിട്ടില്ല. കോൺട്രിബ്യൂഷൻ ഈ പേഴ്സൺ 2 സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ അബാൻഡൻമെൻറ്റ് നടന്നിട്ടില്ല. 3 ഓഫ് കപ്സ് ഗോസിപ്പൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മറ്റാർക്കും അറിയില്ല. വളരെ സീക്രട്ടീവായിട്ടാണ് ഈ പേഴ്സൺ ഇത് ചെയ്യുന്നത്. ഈ പേഴ്സണ് പേടിയുണ്ട് പിടിക്കപ്പെടുമെന്ന്. പക്ഷേ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. വളരെ സീക്രട്ടീവാണ്. അപ്പോൾ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ടോറസ്, ലീബ്ര, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് കാണിക്കുന്നത്. ഇത് ചിലപ്പോൾ ഒരു പഴയൊരു ഫ്രണ്ട്, ഇപ്പോൾ ഫ്രണ്ടല്ല, ഫ്രണ്ടിൽ കൂടുതലായ ഒരു റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും വാലിഡ് ആണ്. ഇപ്പോഴും ആ റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, അതാണ് കാരണം. ഇപ്പം എന്താ നടക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ? ഇപ്പം എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്? ഒരു പേജ് ഓഫ് വാൻസ് ഉണ്ട്. ഒന്നും അറിയാതെ ഒരാൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൻ്റെ പൊട്ടൻഷ്യൽ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ സീക്രട്സ് ആണ്. ഇവിടെ കുറേ സീക്രട്സ് ഉണ്ട്. പക്ഷെ ഒരാൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. നിങ്ങളാവാം, നിങ്ങളുടെ പേഴ്സൺ ആവാം. ഒരാൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ ഒരാളൊരു മൂഢസ്വർഗത്തിലാണ് ഇരിക്കുന്നത്. സൺ കാർഡ്. ഇയാൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ
ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങളത് ഇഗ്നോർ ചെയ്യണം. ഇല്ല അങ്ങനെയൊന്നും അല്ല, എൻ്റെ പേഴ്സൺ അങ്ങനെയൊന്നും അല്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വിചാരിക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. വളരെ ഹാപ്പിയാണ്. മറ്റുള്ളവർ പറയുന്നത് ചെവി കൊടുക്കാത്ത ഒരാളാണ്. നമുക്ക് നല്ല സ്വഭാവമാണത്. കമ്മ്യൂണിക്കേഷൻ പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ദുർനടപ്പിനെ കുറിച്ചിട്ട്, സ്ത്രീ ആയാലും പുരുഷനായാലും കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കമ്മ്യൂണിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ, മനസ്സിലായോ? പക്ഷേ എന്നാലും നിങ്ങൾ അതിനെ ചെറുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പോസിബിലിറ്റി അല്ല, അങ്ങനെ ഒരു കാര്യം നടക്കില്ല, എൻ്റെ പേഴ്സൺ അങ്ങനെ അല്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ലിയോ, വെർഗോ, പൈസിസ്. സോറി. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ഈ പേഴ്സണ് ഭയങ്കരമായി, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മറ്റേയാളെ ഇങ്ങനെ വിശ്വസിക്കാൻ കാരണം എന്താണ്? അന്ധമായിട്ട് വിശ്വസിക്കാൻ കാരണം എന്താണ്? ഇതൊരു കോൺഫിഡൻസ് ആണോ? പക്ഷെ ഇവിടെ നമ്മൾ കണ്ടു ഉഴപ്പുള്ള ആളാണ്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ്, നിങ്ങൾ അറിഞ്ഞിട്ടും അറിയാത്തതായിട്ട് ഭാവിക്കുകയാണോ? ഇവിടെ 2 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. എല്ലാം റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ഏസ് ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ്, ലീബ്ര റിവേഴ്സ്. തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ആക്ഷൻ എടുക്കാത്തത്? നിങ്ങൾ അല്ലെങ്കിൽ ഇത് അറിയാത്ത ഭാവം നടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ നിങ്ങളോട് നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ഡിസോർഗനൈസ്ഡ് ആണെന്നാണ്. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല, മനസ്സിലായോ? നിങ്ങൾ എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളുടെ ഒരു പഴഞ്ചൊല്ല് പറയും, കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂന്ന്. അപ്പോൾ മറ്റേ ആൾക്ക് പനി രാത്രി വരികയാണെങ്കിൽ അത് നമ്മൾ അറിയണം, നമ്മൾ കൂടെ കിടക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ അറിയുന്നില്ല, മനസ്സിലായി? അപ്പം നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകത്താണ്. അതാണ് നിങ്ങൾ ഓവർ കമ്മിറ്റഡ് ആണ്. നിങ്ങൾക്ക് ജോലി ഉണ്ടാവാം, വീട്ടിലെ പ്രാരാബ്ധങ്ങൾ ഉണ്ടാവാം, പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഓവർ ഇതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇവിടെ ഒരു ദീർഘവീക്ഷണം ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ. പിന്നെ ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ട്, ഒരു കാര്യം പ്രശ്നം വഷളായാൽ ഇനിയിപ്പോൾ ഇതിനപ്പുറത്തേക്ക് പോകാനില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്ന ഒരു എനർജി ആയിരിക്കാം ഇവിടെ. ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും പോകാനില്ല, ഇത് റിലേഷൻഷിപ്പ് എനിക്കറിയാം ഇതാണ് സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്കൊരു ബോധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആക്ഷൻ എടുക്കാത്തത്. പക്ഷേ അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാനോ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ വീടിൻ്റെ വിഴുപ്പലക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആക്ഷൻ എടുക്കാത്തതും അത് മറ്റുള്ളവർ പറയുന്നതിന് ആക്സെപ്റ്റ് ചെയ്യാത്തതും. അതൊരു നല്ല ക്യാരക്ടറാണ്, പക്ഷേ നിങ്ങൾക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ഇവിടെ അൺഫെയർനെസ്സിനെ കുറിച്ച് നിങ്ങൾ അവെയറാണ്, തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ അവെയറാണ്. ആരാണ് തേർഡ് പാർട്ടി എന്നും നിങ്ങൾക്കറിയാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പഴയ ഒരു ഫ്രണ്ട് ആയിരിക്കാം. അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല ആക്ഷൻ എടുക്കാത്തത്, നിങ്ങൾ ഒഴിവാക്കുകയാണ് ആക്ഷൻ, മനസ്സിലാവുന്നത്? അത് നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? 31 ഓഗസ്റ്റ് 2024 നിങ്ങളുടെ ആക്ഷൻ എന്തായിരിക്കും? നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യും എന്നാണ് പറയുന്നത്. നിങ്ങളപ്പോൾ ആലോചിക്കുകയാണ് ഇതെങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വേണം, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത്. അതുകൊണ്ടാണ് ഇതൊരു വലിയ ഒരു അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാവാത്തത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വേണം. അതേസമയം ഈ തേർഡ് പാർട്ടി ഒഴിവാക്കുകയും വേണം. അപ്പോൾ അതിനുള്ള ഒരു ഇതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഒരു മെൻ്റൽ ക്ലാരിറ്റി വേണം. അതിന് എന്താണ് ഐഡിയ, സക്സസ്ഫുൾ ആകുകയും വേണം. അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ചിന്തിക്കുകയാണ് എന്താണ് 24 മണിക്കൂറും നിങ്ങളുടെ ചിന്ത ഇതാണ്. എന്താണ് ഇവിടെ നിന്ന് നോക്കുന്നത്? മദർ ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളാണിത്, അമ്മയും കുഞ്ഞും. അപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ
എന്താണ് ഇതിനെ പ്രതിരോധിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇത് തേർഡ് പാർട്ടി ഒഴിവായി കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ 24 മണിക്കൂറും ചിന്തിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആക്ഷനും അത് തന്നെയായിരിക്കും. പക്ഷെ നിങ്ങളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇതിനൊരു പോൺ വഴി കണ്ടെത്തിയിട്ടില്ല. ചിലപ്പോൾ 31-ന് മുമ്പ് നിങ്ങൾ പോൺ വഴി കണ്ടെത്തുമായിരിക്കാം, ചിലപ്പോൾ അത് കഴിയുമായിരിക്കാം. എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂലങ്കഷമായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാത്തതല്ല, നിങ്ങൾ സ്മാർട്ടാണ്. വെരി ഗുഡ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ റീഡിങ്. ഞാൻ സോഡിയാക് സയൻസ് പറയാം. ഇവിടെ ലീബ്ര ഉണ്ട്, പിന്നെ വെർഗോ പൈസസ് ഉണ്ട്, ഞാൻ പറഞ്ഞതാണ്. ലിയോ, ഇതെല്ലാം ഞാൻ പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇതാണ് സോഡിയാക് സയൻസ്. സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സയൻസ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. എന്തൊക്കെ തരം സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മളൊക്കെ പോകുന്നതല്ലേ ഓരോ ദിവസവും. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതാണ് രണ്ടാമത്തത്. ഇനി ഞാൻ മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാണ്. 31 ഓഗസ്റ്റ് 2024 ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാം, നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കും, അതാണ് നോക്കുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. അഡിക്ഷനും 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതാ എടുക്കാൻ പോകുന്നത്. 2 കാർഡ് മറിഞ്ഞതാണ്. ഒന്ന് ഇമോഷണൽ കൺട്രോളും, രണ്ടാമത്തത് അഡിക്ഷൻ, ഒബ്സഷൻ എന്നൊക്കെ പറയും. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യം ഷാഢ്യമാണ് നമ്മളുടെ. അതിന് വേറൊരു വേർഡും ഇതിന് അനുയോജ്യമല്ല. ഷാഢ്യം, എനിക്കത് വേണം, എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്നൊരു ചിന്ത, വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല എന്നൊരു ചിന്ത, എന്ത് വന്നാലും. ഇമോഷണൽ കൺട്രോൾ നിങ്ങൾക്കറിയാലോ എന്താണെന്ന്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വന്ന 2 കാർഡ്സ്. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ 2 ഓറക്കിൾ മെസ്സേജസ് വന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ 2 ഓറക്കിൾ മെസ്സേജസ് വന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ 2 ഓറക്കിൾ മെസ്സേജസ് വന്നത്? തിരിച്ചു പോയത്. അപ്പോൾ ഇത് വരാൻ വേണ്ടിയിട്ടാണ് അത് പോയത്. ഗുഡ്. അപ്പോൾ 4 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്, ക്വീൻ ഓഫ് കപ്സ്, അൺകണ്ടീഷണൽ ലവ് ആണ് പറയുന്നത്, സ്പൈയിങ്, 10 ഓഫ് സ്വേർഡ്സ്. നിങ്ങൾ ചേർത്ത് പിടിച്ചിരുന്ന ഒരു എനർജി, വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു എനർജി, ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തു. ഇവിടെ കുറേ ചതി വഞ്ചന എല്ലാം ഉണ്ട്, അത് അവസാനിച്ചു. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ പൊസസീവ് ആവാൻ തുടങ്ങിയത് കൊണ്ടാണോ, അതോ നിങ്ങൾ കൂടുതൽ ഇമോഷണൽ ആവാനും കൂടുതൽ അതിനോട് അഡിക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതെന്ന്. കാരണം അതുകൊണ്ടാണോ ഇത് അവസാനിച്ചത്? അപ്പോൾ ഒരു സിറ്റുവേഷൻ അവസാനിച്ചു. നിങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന, പൊന്നുപോലെ കരുതിയിരുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ കൊണ്ട് തന്നെ, കാരണം കൊണ്ട് തന്നെ അവസാനിച്ചു. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ സ്പൈയിങ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കയറി നോക്കുക, വാട്സാപ്പ് നോക്കുക, അങ്ങനെ ഇങ്ങനെ. അല്ലെങ്കിൽ ഈ പേഴ്സൺ എവിടെയാണ് പോകുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, ഏത് നേരം 24 മണിക്കൂറും ഈ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പേഴ്സൺ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേഴ്സണ് ശ്വാസം എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. നമ്മൾ ഈ പേഴ്സൻ്റെ കഴുത്തിന് പിടിച്ചേക്കുന്ന പോലെയാണ്. സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും പോകാനോ ആരോട് സംസാരിക്കാനോ ഒന്നിനും ഈ പേഴ്സണ് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചത്. മനസ്സിലായോ? ഇവിടെ ചതിയും വഞ്ചനയൊക്കെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ട് ഇത് അവസാനിച്ച്, നിങ്ങൾ ആ പേഴ്സണെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, നിങ്ങൾ സ്പൈ ചെയ്ത് ഈ പേഴ്സൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ചു, അതുകൊണ്ട് അവസാനിക്കാം. അതല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളുടെ പൊസസീവ്നെസ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു. രണ്ടുമാവാം. പക്ഷേ ഈ പേഴ്സൺ ഇത് ഭയങ്കര പെയിൻഫുൾ ആയൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു. ഒരാൾ മറ്റേയാളെ ചതിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായോ? അതുപോലെ ഇവിടെ ഈ ഒരു കാർഡ്, ഇതൊരു പിശുക്കൻ്റെ കാർഡാണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. പിശുക്കൻ്റെ കാർഡാണിത്. പിശുക്കൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പിശുക്കൻ ആരാണ്? പിശുക്കനായ ഒരാൾ, ഞാൻ പിശുക്കയാണെങ്കിൽ ഞാൻ വീട്ടിലിരിക്കണം, ഞാൻ പൈസ ചിലവാക്കുന്ന എനിക്കിഷ്ടമല്ല, അപ്പോൾ ഞാൻ ഇവിടെ പോവില്ല. പക്ഷേ ഈ പിശുക്കൻ എല്ലായിടത്തും പോവുകയും ചെയ്യും, ഓസിന് മറ്റുള്ളവരുടെ പൈസ മീൻസ് പൈസയ്ക്ക് കഴിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു എനർജി. അത് പെണ്ണാവാം ആണാവാം കേട്ടോ. ഇവിടെ മേജർ സോഡിയാക് സൈൻ ഒന്നും ഇല്ല. ഇനി
അതാണ് ഈ ഓറക്കൽ മെസ്സേജസ് നിങ്ങൾക്ക് വന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ്, ഭയങ്കര ടെൻഷനും ഭയങ്കര സങ്കടവും ഒക്കെയാണ്, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ ഇതിന് നിങ്ങളുടെ ഓറക്കൽ മെസ്സേജിൻ്റെ ക്ലാരിഫിക്കേഷനാണ് അത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഞാൻ എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയാണ്. ഒരു മിനിറ്റ്. സോറി. അപ്പോൾ അടുത്തത് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത്. ആരോ താഴെ വന്ന പോലെ തോന്നിയതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത്, ഇതാണ് നമ്മൾ അടുത്ത ചോദ്യം. അപ്പാ കുറേ കാർഡ്സ് വീണിട്ടുണ്ട്, കുറേ എന്തെങ്കിലും ആട്ടെ വീണിട്ടുണ്ട്. അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾക്ക് എന്തോ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറേ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവാം, റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടാവാം, പിന്നെ നിങ്ങൾ ഭയങ്കര സ്റ്റബൺ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പണത്തിനോട് ഭയങ്കര ആർത്തി ഉണ്ടാവാം, ഒബ്സെസ്ഡ് വിത്ത് മണി, ഒബ്സെഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊരു പേഴ്സൺ ആയിട്ടാവാം അല്ലെങ്കിൽ പണത്തോടാവാം. ഇവിടെ ആദ്യം പിശുക്കൻ്റെ കാർഡാണ് വന്നത്. ചിലപ്പോൾ ഇവിടെ പണത്തോടായിരിക്കാം, പണത്തിനോട് ഭയങ്കര ആർത്തിയുള്ള ഒരു എനർജി, അതുകൊണ്ടാണ് നിങ്ങളുടെ സിറ്റുവേഷനിൽ പ്രശ്നമുണ്ടായതെന്നും ആവാം. 3 ഓഫ് കപ്സ്, നിങ്ങൾ ഭയങ്കരമായിട്ട് പണം നിങ്ങൾക്ക് ഭയങ്കര, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പിശുക്ക് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പിശുക്ക് കാണിക്കുന്നത് ഇപ്പോൾ 2 തരം റീഡിംഗ് ആണ്. റിലേഷൻഷിപ്പ് ആവാം അല്ലെങ്കിൽ പണത്തിൻ്റെ കാര്യമാവും. ഇവിടെ പണത്തിൻ്റെ കാര്യം വന്നുകൊണ്ട് ഇതൊരു നഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അടുത്ത കാർഡ് വന്നേക്കുന്നത് ഓവർ ഇൻ്റലിജൻസ് ആണ്. എന്ന് വെച്ചാൽ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ്, അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരാൾ. പക്ഷെ അതുകൊണ്ടാണ് ഈ പ്രശ്നം, പൈസ പോയത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ പിശുക്കനോ പിശുക്കിയോ ആയിരിക്കുന്നത്, വളരെ സൂക്ഷിച്ച് പൈസ ചിലവാക്കുന്നത്. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആകാം. നിങ്ങൾ റിലേഷൻഷിപ്പിൽ വാരിക്കോരി സ്നേഹം കൊടുത്തിട്ട് നിങ്ങളെ ചതിച്ചിട്ട് പോയ ഒരു എനർജി ഉണ്ടാവാം. ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആരോടും പാഷനറ്റ് ആയിട്ട് പെരുമാറുന്നില്ല. ഇപ്പോൾ എല്ലാവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനാണ് നിങ്ങൾ. അപ്പോൾ പക്ഷേ ഈ റിലേഷൻഷിപ്പ് പോയെങ്കിലും നിങ്ങളിപ്പോഴും ആ പേഴ്സണ് ഇനി നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയിൽ നിങ്ങളൊന്നും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആ പേഴ്സണെ കുറിച്ച് അറിയണം, അവരെന്താണ് ചെയ്യുന്നത്, എവിടെ പോകണത്, എല്ലാം എനിക്ക് അറിയണം എന്നൊരിതുണ്ട്. നിങ്ങൾക്ക് ആ പേഴ്സണുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ പിന്നെയും അവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹം പിടിച്ചു വെക്കുകയാണ്, നിങ്ങൾ പിശുക്കനായിട്ട് പിടിച്ചു വെക്കുകയാണ്. കാരണം അവർ നിങ്ങളെ ചതിച്ചിട്ട് പോയി. അപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. മനസ്സിലായി? പക്ഷേ ഒബ്സസീവ് ആയിട്ടാണ്. അപ്പം നിങ്ങൾ ജീവിക്കുന്നില്ല, നിങ്ങൾ അവരെയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് ഭയങ്കരമായൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. ആരോടും റിലേഷൻഷിപ്പ് വെക്കാൻ ധൈര്യമില്ല. ആരെങ്കിലും നിങ്ങളെ ലവ് ഓഫർ ചെയ്താൽ പോലും നിങ്ങൾ വേണ്ടേ എന്നാ പറയുക, കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായത്? അതാണ് അടുത്ത ചോദ്യം. എന്തുകൊണ്ടാണ് ഒരു പിടുത്തമില്ലാതെ എപ്പോഴും ഇപ്പോൾ നമ്മൾ വെറുതെ കളയുകയാണെങ്കിലും അതിനൊരു അളവ് വേണമെന്ന് പറയും. നമ്മളെ പഴമക്കാർ പറഞ്ഞതൊക്കെ അർത്ഥമുള്ളതാണ്. കാരണം എന്താ പറയുക, നമുക്കൊരു റെക്കോർഡ് വേണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്, നമ്മൾ ചിലവാക്കുന്ന പൈസയ്ക്ക് എല്ലാം ഒന്ന് പിടിച്ച് ചിലവാക്കണം. അത് നിങ്ങളിപ്പോഴാണ് പഠിച്ചത്, ആദ്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ 100% അങ്ങോട്ട് മറ്റേ ആൾക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുക, അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക, പൈസ ഇടിപോലെ പോലെ ചിലവാക്കുക, ഇതൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അതിന്ന് പാഠം പഠിച്ചു നിങ്ങൾ. അതുകൊണ്ടാണ് ഇപ്പോൾ പിശുക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ? അപ്പോൾ ഓറക്കൽ മെസ്സേജ് കണ്ടപ്പോൾ കാര്യം പിടുത്തം കിട്ടി. എന്നാലും എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വലിയൊരു ഹാർട്ട് ബ്രേക്ക് വന്നത് നോക്കാം. പേജ് ഓഫ് കപ്സ്, നിങ്ങൾ ഭയങ്കര ഇന്നസെൻ്റ് ആയിരുന്നു, ഭയങ്കര ഇമ്മച്യൂർഡ് ആയിരുന്നു, ഇമോഷണലി ഭയങ്കര ഇമ്മച്യൂർഡ് ആയിരുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. അപ്പോൾ ആര് നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും അവരെ ഇഷ്ടമാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾ ചെന്ന് ഇഷ്ടം പറയല്ല, നിങ്ങളുടെ ലൈഫിലേക്ക് ആൾക്കാർ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ നാൾ ഒരു റിലേഷൻഷിപ്പിലും പെടാതെ ഇരുന്ന ഒരു എനർജിയാണെന്നാണ് തോന്നുന്നത്. കാരണം അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും, നീ ഇങ്ങനെ പൊക്കോ, നീ ആരെ മൈൻഡ് ചെയ്യണ്ട, നീ റിലേഷൻഷിപ്പിലൊന്നും പോകണ്ട, അവസാനം നിനക്ക് ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ചത് കൊണ്ടാണ്
നിങ്ങളുടെ അടുത്തേക്ക് വന്ന ആദ്യത്തെ ആളെ നിങ്ങൾ അങ്ങ് സ്നേഹിച്ചു തുടങ്ങി. മനസ്സിലായി? കാരണം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ കാര്യമായ വിവരമില്ലാത്തത് കൊണ്ട് ആദ്യം വന്ന ആളെ കയറി സ്നേഹിച്ചു. അവരുടെ ഉദ്ദേശം എന്താണെന്നൊന്നും ആലോചിക്കാതെ നിങ്ങൾ വാരിക്കോരി അവർക്ക് സ്നേഹം കൊടുത്തു, നിങ്ങളുടെ പണം കൊടുത്തു, ആകെ നിങ്ങൾ പാപ്പരായി. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് ഒരു പിടുത്തവും ഇല്ലാതെ നിങ്ങളുടെ ജീവിതം അങ്ങോട്ട് അവർക്ക് തന്നെ അടിയറ വെച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ വന്നത്. കാരണം നിങ്ങൾക്ക് പേടിയായി, ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ, എൻ്റെ ലൈഫിലേക്ക് ആരും വരില്ലേ എന്നൊരു പേടി വന്നതുകൊണ്ട് നിങ്ങൾ ചോയ്സ് എടുത്തില്ല. മനസ്സിലായി? നിങ്ങൾക്ക് പേടിയായി. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക വ്യത്യാസം വരണം. ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. സോറി, നെഗറ്റീവ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായില്ല. ആദ്യം വന്ന റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾ എടുത്തു. അപ്പോൾ ഈ ആൾക്കാരുടെ കുറ്റപ്പെടുത്തൽ കൊണ്ടാണ്, പക്ഷെ നമ്മളുടെ ജീവിതമല്ലേ, അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. ഇത് വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എൻ്റെ സമയം മാറിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമാകും. അപ്പോൾ അതിന് മുമ്പേ, പ്രായമാകുന്നതിന് മുമ്പേ എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് ഇത് നോക്ക്, നീ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്തോരം ഓഫേഴ്സ് വന്നതാണ്, നീ ഒന്നും എടുക്കുന്നില്ല, അവസാനം നിനക്ക് ആരും ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞ്, ചിലപ്പോൾ ഇതൊരു കല്യാണാലോചന ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടും കൽപ്പിച്ച് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത്. ഒന്നും ആലോചിച്ചില്ല, സമയമായോ, ഇത് ശരിയായ ആളാണോ, ഒന്നും നിങ്ങൾ ആലോചിക്കാതെ ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെയാണ് നിങ്ങളൊരു വലിയ കുഴിയിൽ ചെന്ന് വീഴുന്നതും നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായതും. ഓക്കെ, നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കണം? നിങ്ങളുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കണം? ഇടാം. 3 കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത്. ഇത് റിവേഴ്സാണ്. നിങ്ങൾ റിസ്ക് എടുക്കണ്ട, എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യണ്ട എന്നാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം ഇമോഷണൽ കൺട്രോൾ, ഇവിടെ ഇമോഷണൽ ഇംബാലൻസ് കാണിച്ച കണ്ടോ, അത് കാർഡ് വന്നത് കണ്ടോ നമ്മളുടെ ഇവിടെ, ഇമോഷണൽ കൺട്രോൾ വേണമെന്ന്. ഈ ഇമോഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് കപ്സിനെയാണ് നമ്മൾ ഇമോഷണൽ കൺട്രോളിൽ ഹൈറ്റിൽ നിൽക്കുന്ന ആളായിട്ട് വരുന്നത്. ഈ രാജാവ് ഒരു കടലിൻ്റെ മുകളിലാണ്, തിരയിരമ്പുന്ന കടലിൻ്റെ മുകളിലൊരു സിംഹാസനം ഇട്ടിട്ടിരിക്കുകയാണ് പേഴ്സൺ. ഒരു കുലുക്കവും ഇല്ല. ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റും പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ ഉള്ളിലും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഇതെല്ലാം നിങ്ങൾ ഉള്ളിൽ അടക്കി ആൾക്കാരോട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കണം എന്നാണ്. കാരണം നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളവരോട് ദേഷ്യമാണ്. മനസ്സിലായി? ആരെയും വിശ്വാസമില്ല, ആകെക്കൂടൊരു ബഹളമാണ് നിങ്ങൾ. അത് ആദ്യം നിങ്ങളുടെ ഇമോഷൻസിൽ ഒരു കൺട്രോൾ വരുത്തണം. തിരിച്ച് നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ള, അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാനുള്ള ഒരു ഇമോഷൻ, ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരണം എന്നാണ് പറഞ്ഞത്. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. ആദ്യം നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക. ഈ ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ബാലൻസ് കൊണ്ടുവരിക എന്നാണ്. നിങ്ങളിപ്പോൾ വെള്ളമടിക്കുന്ന ആളാണെങ്കിൽ അതിനൊരു മോഡറേഷൻ വെക്കണം. ഒരു കാര്യവും എക്സ്ട്രീമിലേക്ക് പോകരുത്, അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എക്സ്ട്രീമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് കട്ട് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ അത് ചുരുങ്ങി നിങ്ങളൊരു ലെവലിലെത്തുക, ഒരു മീഡിയം ഇതിൽ വരിക. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ ഒരു ബാലൻസ് നിങ്ങൾ ലൈഫിൽ കൊണ്ടുവരിക. നിങ്ങളുടെ ഉള്ളിൽ ദയയും കനിവും കൊണ്ടുവരിക, രണ്ടാമത് തിരിച്ച് കൊണ്ടുവരിക. മറ്റുള്ളവരെ നമ്മൾ വിശ്വസിച്ചിട്ട് അവർ ചതിക്കുമ്പോൾ അത് വലിയൊരു വേദനയാവും. പിന്നെ മറ്റുള്ളവരെ വിശ്വസിക്കാൻ നമുക്ക് പേടിയാവും. അതൊക്കെ മാറ്റണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കാർഡ് എടുക്കണ്ട, ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഈ കാർഡ് വളരെ ക്ലിയർ ആണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെ ഒബ്സഷൻ. നിങ്ങൾ ഒബ്സഷനായിട്ട് ഈ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റ് വിട്ടുകളയുക, അത് കഴിഞ്ഞു, അവരുടെ പുറകെ പോവണ്ട, അവരെന്ത് വേണം ചെയ്തോട്ടെ, അവരുടെ ജീവിതം എങ്ങനെ വേണേ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല, നിങ്ങൾ വിട്ടുകളഞ്ഞേക്കാം അവരെ. ചില കാര്യങ്ങൾ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും, അവർ തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നുമില്ല. മനസ്സിലാവുണ്ടോ? അതുപോലെ തന്നെ ഇമോഷണൽ നിങ്ങൾ കൺട്രോൾ വെക്കണമെന്നാണ് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ്. അപ്പോൾ ഇതാണ് കാണിക്കുന്നത് നിങ്ങളുടെ സോഡിയാക് സൈൻസ്. ഇവിടെ വന്നിരിക്കുന്ന അക്വേറിയസ് ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, പിന്നെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ഉണ്ട്. സ്ട്രോങ് സോഡിയാക് സൈൻസ് ആണ്. പൈസസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ നിർത്തുകയാണ്. നാളുകളുടെ റീഡിങ് ഞാൻ നാളെയോ മറ്റന്നാളോ ഇടാം കേട്ടോ. കുറച്ച് നാളും കൂടി ഇടാനുണ്ട്, റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, അത് ഞാൻ ഇട്ടോളാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതോടെ ഇത് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ദൈവം സമാധാനവും സന്തോഷവും സമൃദ്ധിയും തന്നനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിങ് നിർത്തുകയാണ്. അപ്പോൾ സീ യു, ബൈ ബൈ, ടേക്ക് കെയർ.